ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മട്ടൻ കുഴിയപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. ഇതിനായി 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനായി 1 ഗ്ലാസ് ജീരകശാല അരിയും 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ 2 അരിയും കൂടി 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് മട്ടൻ വേവിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നല്ല ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, സ്വല്പം ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് അറബി മസാലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊണ്ട് നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയ സ്റ്റോക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തതും ഇവയെല്ലാം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇവയെല്ലാം കൂടി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ വേണ്ട ബാറ്റർ തയ്യാറാക്കാം. സോക്ക് ചെയ്ത് വെച്ച അരി കുറച്ച് തേങ്ങ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ബാറ്റർ നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ച മട്ടനും ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങ അരക്കാനും ബാക്കി തേങ്ങ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഇതൊരു ഏകദേശം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്തൊന്ന് വറുത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങ വറുത്തതും കുറച്ച് മല്ലിയില നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഉണ്ണിയപ്പക്കരയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 വശം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു അപ്പക്കൂരയിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മട്ടൻ കുഴിയപ്പോട് റെഡി ആയിട്ടുണ്ട്. മട്ടനും ജീരകശാല അരിയും കൊണ്ടുണ്ടാക്കിയ ഈ വിഭവം പ്രത്യേക മണമാണ്. മണം എങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് എന്നെ അറിയിക്കണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.